ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LP ടോക്സ്. ഈ ചാനലിൽ മോസ്റ്റ്ലി ഞാൻ പല കാര്യത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവ്സും എൻ്റെ തോട്ട്സും ഒക്കെ വെറുതെ ഷെയർ ചെയ്യുന്ന കുറച്ച് വീഡിയോസാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. ആൻഡ് ഈ വീഡിയോ എൻ്റെ ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാനൊരു PG കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ് IIM ബോധ് ഗയയിൽ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഡു വാച്ച് ദ ചാനൽ. ഹലോ. അങ്ങനെ ഒരു 25 വർഷത്തെ കൊച്ചി ജീവിതത്തിന് ശേഷം ഞാൻ ഫൈനലി കൊച്ചിയിൽ നിന്ന് ഒരു 2-3 ഇയേഴ്സിലേക്ക് മാറി നിൽക്കാൻ പോവാണ്. ഒരു PG കോഴ്സിന് വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പം അതിൻ്റെ പോകാനായിട്ടുള്ള പാക്കിങ്ങിൻ്റെ തിരക്കൊക്കെയാണ്. ഞാൻ ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇതൊക്കെ എങ്ങനെ 2 സ്യൂട്ട് കേസിൽ ഉൾക്കൊള്ളിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പാക്കിംഗ് ഒപ്റ്റിമൈസേഷൻ കഴിവുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എനിക്ക് പ്രോസസ്സ് ഡോക്യുമെന്റ് ചെയ്യണം തോന്നി. കാര്യം ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നത്. ഞാൻ UG പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പോയി വരികയായിരുന്നു. ആൻഡ് എനിക്കിതുവരെ അങ്ങനെ ഒരു ഹോസ്റ്റൽ ലൈഫ് ത്രൂ ഔട്ട് കിട്ടിയിട്ടില്ല. സോ എനിക്കൊരു കുറച്ചൊരു ആൻസൈറ്റി ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചൊരു എക്സൈറ്റ്മെന്റും ഉണ്ട്. സോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പാക്കിങ്, പിന്നെ അതേപോലെ തന്നെ എനിക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കാര്യം ഞാനൊരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. സോ ഇതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കാനുണ്ട്. അങ്ങനെ അപ്പം ഞാൻ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് പോവാന്ന്. ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങേണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും വാങ്ങി. ഇനി കുറച്ച് ഐറ്റംസ്, മെഡിസിൻസും കൂടെ വാങ്ങാനുള്ളൂ. ആൻഡ് കുറച്ച് ഫോട്ടോ കോപ്പി ഒക്കെ എടുക്കാനുണ്ട് ഡോക്യുമെന്റ്സിന്റെ. എനിക്ക് തോന്നുന്നു ഞാൻ എസെൻഷ്യൽ കാര്യങ്ങളൊന്നും മറക്കത്തില്ല എന്ന്. ബാക്കിയൊക്കെ അവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാനും വാങ്ങാനും ഒക്കെ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മെയിൻ ടാസ്ക് ഇവിടെ ആക്ച്വലി വരുന്നത് ഈ സാധനങ്ങളെല്ലാം കൂടി സ്യൂട്ട് കേസിൽ ഉൾക്കൊള്ളിക്കാൻ നേരാണ്. അത് എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാനിപ്പോൾ ആദ്യം വിചാരിക്കണത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുപോകേണ്ടത് എടുത്ത് ബെഡിലിടാം, എന്നിട്ട് മാക്സിമം സോർട്ട് ചെയ്യാം അതിന് ശേഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഞാൻ ആക്ച്വലി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ക്ലീനിങ്ങും ഓർഗനൈസേഷനും എനിക്ക് വല്ലാണ്ട് ഹരമുള്ള ഒരു സാധനമാണെന്ന്. അത് കൈൻഡ് ഓഫ് എനിക്കൊരു തെറാപ്പി പോലെയാണ്. സോ ഈ ഒരു ഹെക്ടിക് പ്രൊസീജിയേഴ്സിൻ്റെ ഇടയിൽ ഇവിടുന്ന് റൂം ക്ലീൻ ചെയ്യുക, പാക്ക് ചെയ്യുക എന്നുള്ളതും തിരിച്ചവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ട് അവിടെ ക്ലീൻ ചെയ്യുക, ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. എനിക്കതൊരു കാമിങ് സാധനമായിരുന്നു ഈ ഒരു കയോട്ടിക് ആയിട്ടുള്ളൊരു ഈ പ്രൊസീജിയറിൻ്റെ ഇടയിൽ. ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തിനാണ് വെറുതെ ഡോക്യുമെൻ്റ് ചെയ്യണേ എന്നുള്ളത്. ബട്ട് ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഈ ചെയ്യുന്നതും. ആൻഡ് ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ ഞാൻ ഈ ചാനലിൽ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഡോക്യുമെൻറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഈ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഈ ഒരു സാധനം കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയത്. സോ എൻ്റെ പ്ലാൻ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു ഷീറ്റ് വിരിക്കാം. എന്നിട്ട് അതിൽ കോസ്മെറ്റിക് അങ്ങനത്തെ സ്കിൻ കെയർ, ഹെൽത്ത് കെയർ ഐറ്റംസ് ഒക്കെ ഒരു സൈഡിലായിട്ടും ബാക്കി എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഒരു സൈഡിലായിട്ടും അറേഞ്ച് ചെയ്യാം. ആൻഡ് വേറെ ഏതെങ്കിലും പോർഷനിൽ ബാക്കി ഡോക്യുമെന്റ്സ്, ബുക്സ്, എക്സ്ട്രാ മിസലേനിയസ് ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ആൻഡ് ഡ്രസ്സ് എല്ലാം ബെഡിലും അറേഞ്ച് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടി ബെഡിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താണേലും ഇന്നും കൊണ്ട് പാക്കിംഗ് തീർക്കില്ല, പിന്നെ എനിക്ക് കിടന്നുറങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല. സോ അങ്ങനെ ചെയ്യാം. ഫുൾ മെസ്സി ആയിരിക്കും തോന്നുന്നു, ഫിഗർ ഔട്ട് ചെയ്യാം. ഈ കെട്ടും ബാണ്ടവും ഒക്കെ പെറുക്കി 2 വർഷത്തേക്ക് പുതിയൊരു നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഡൗട്ട്സ്, ഒരുപാട് അൺസർട്ടനിറ്റി. ഇതിപ്പോൾ റൈറ്റ് ചോയ്സ് ആണോ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള അക്കാഡമിക്സ് ആണ്, ഇതൊക്കെ എന്താ ചെയ്യുക? പിന്നെ എന്താ പറയുക, എനിക്കിഷ്ടമുള്ള ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊച്ചിയിലിങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന പോലത്തെ കുറേ ചിന്തകളൊക്കെ ആയിരുന്നു എനിക്ക് ഇനീഷ്യലി കുറച്ച് ദിവസം ഉണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ എ പോയിൻ്റ് ഓഫ് ടൈം നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പുതിയൊരു ലൈഫിനോട് യൂസ്ഡ് ടു ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ നമ്മുടെ വന്ന വഴികൾ മറക്കുന്നു എന്ന്. ഐ ഓൾവേസ് ഇതൊരു നൊക്ലാച്ചിയ പോലെയായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്, എൻ്റെ ഒരു സ്വീറ്റ് ഫോണ്ട് മെമ്മറി പോലെയായിട്ട്.
ആൻഡ് യാ, കൊച്ചിയിൽ ഞാൻ ഇനി വരുമല്ലോ. സോ ഒരു 2 വർഷത്തേക്ക് പുതിയൊരു സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി പോകുന്നു. ഹലോ ഗായ്സ്. സോ പാക്കിംഗ് ഒക്കെ ഒരു പരിധി വരെ കഴിഞ്ഞു. എനിക്ക് ആണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി ഇല്ല കേട്ടോ. സോ വേണ്ടതേതാ വേണ്ടാത്തതേതാ അങ്ങനെ നോക്കി എടുത്തു വെക്കാനൊന്നും അറിയില്ല. എനിക്ക് എന്ത് ഞാൻ ലിസ്റ്റ് എഴുതിയാലും ഇതെനിക്ക് ആവശ്യം വന്നാലോ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ സോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ആവശ്യം വന്നാലോ എന്നൊക്കെ കരുതി ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു കൂട്ട്. അങ്ങനെ ഇപ്പം നല്ല രീതിയിൽ ലഗേജ് ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലും കൂടി പോകുന്നതുകൊണ്ട് ഈ ലഗേജിൻ്റെ വെയിറ്റ് എല്ലാം നോക്കി ഇങ്ങനെ കറക്റ്റായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ഒപ്റ്റിമൈസേഷൻ ഇല്ല പാക്കിങ്ങിൽ. അപ്പോൾ ആ ഒരു സ്കില്ലൊക്കെ ഉള്ളവർ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നണം. അത് എനിക്കില്ല. എനിക്കെല്ലാം ആവശ്യമുള്ളത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്നിട്ട് എന്തെങ്കിലും മറക്കാനും ചാൻസ് ഉണ്ട്. ഏറ്റവും ആവശ്യമുള്ളത് ചിലപ്പോൾ ഞാൻ മറക്കുകയും ചെയ്യും. അങ്ങനെ എനിക്ക് ആക്ച്വലി പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫുൾ സങ്കടമായിരുന്നു. മോർണിംഗ് ഒക്കെ ഞാൻ ഓക്കെ ആയിരിക്കും. നൈറ്റൊക്കെ ഈ പാക്ക് ചെയ്ത് പെട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്കെന്തോ ലൈക്ക് ഇപ്പം ഞാനൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഫുഡാണെങ്കിലും വീടാണെങ്കിലും എല്ലാം കൊണ്ടും ഫുള്ളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നിട്ട് ഞാനൊരു ഹൈലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോണത്. അറിയാത്ത ആൾക്കാർ, അറിയാത്ത സ്ഥലം, അത്ര ഒന്നും പേര് കേൾക്കാത്ത ഇൻ ദ സെൻസ് അത്ര ഒരു സിറ്റി അങ്ങനെ പറയാൻ പറ്റാത്തൊരു സ്ഥലം. ആൻഡ് അങ്ങനെ ഫുൾ അറിയാത്തൊരു കോഴ്സ്. എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കത് ഫ്രം സ്ക്രാച്ചിൽ നിന്നിട്ട് ലേൺ ചെയ്ത് തുടങ്ങേണ്ട ഒരു സാധനം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ്ലി അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ എന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലേക്ക് ഇടണ പോലെ. ആൻഡ് ഞാനത് ഒരിക്കലും നോ പറയുന്നൊരു കാര്യമല്ല. എനിക്കത് അൺകംഫർട്ടബിൾ ആണെങ്കിലും ഐ ഫീൽ ലൈക്ക് എനിക്കതിനോട് എക്സ്പോഷർ ആവുന്നത് തന്നെയാണ് ഇഷ്ടം. ആൻഡ് അപ്പം ലേൺ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കുമല്ലോ. ചേഞ്ച് വേണമല്ലോ. എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇതായിട്ട് പോകരുത്. ഇതൊക്കെ എനിക്കറിയാം, ലോജിക്കലി ഇതൊക്കെ എൻ്റെ തലയിലുണ്ട്. ബട്ട് സ്റ്റിൽ ഈ വിട്ടു പോകുമ്പോഴുള്ള ഒരു ഇമോഷണലി ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഹിറ്റാവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 days ആയി. ചില ദിവസങ്ങളിൽ കിടന്ന് കരച്ചിലായിരിക്കും. ഇന്നിപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ടാണെന്നു ഞാനിപ്പോൾ ഒരു ഓക്കെ മോഡില്ല. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും എന്താവുമെന്ന് എനിക്കറിയില്ല. നാളെയാണ് ഫ്ലൈറ്റ്, നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. സോ ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങണ സമയത്ത് ഇനി ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതിനാണ് ഈ ഷോ ഇറക്കുന്നത്. അപ്പോൾ എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആ ഹോസ്റ്റലിൽ നിൽക്കണത്. ഇതുവരെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പം അതിൻ്റെയും കൂടെ കുറേ ഫസ്റ്റുകൾ, കുറേ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനിയൊരു പുതിയ തുടക്കമാണ്, പുതിയ ജേണിയാണ്. നോക്കാം. അടുത്തത് എല്ലാവരും ചോദിക്കുന്ന ആ ഒരു കീ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ആയുർവേദത്തിൽ നിന്നിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് എന്നുള്ള മേഖലയിലേക്ക് വന്നു എന്നുള്ളത്. എനിക്ക് ആക്ച്വലി ഹൗസ് സർജൻസി കയറിയ സമയത്ത് കൺസൾട്ടേഷൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയായിരുന്നു. പേഷ്യൻസിനെ കാണുക, ആൾക്കാരായിട്ട് ഇടപഴകുക എന്നുള്ളതൊക്കെ. അതിനോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഞാൻ പല ലീഡർഷിപ്പ് റോൾസിലായിരുന്നപ്പോൾ ഉള്ള ആൾക്കാരെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആൻഡ് എനിക്ക് തോന്നി എൻ്റെ സ്കിൽസ് കൂടുതൽ കിടക്കുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് എന്നുള്ളത്. ആൻഡ് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കാം, ഏതായാലും ഒരു വർഷം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടൊരു ക്യാറ്റ് എക്സാം എഴുതാമെന്ന് കരുതി അങ്ങനെ ക്യാറ്റ് എക്സാം കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ക്യാറ്റ് എക്സാം കൊടുത്തു. അതിൻ്റെ എന്തോ ഭാഗ്യത്താൽ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ആൻഡ് ഇൻ്റർവ്യൂ കോൾ വന്നത് ഈ ജമ്മുവിൽ നിന്നും ബോധ്ഗയയിൽ നിന്നുമായിരുന്നു. അവിടുന്ന് രണ്ടിടത്തുമാണ് ഹെൽത്ത് കെയർ മാനേജ്മെൻ്റ് ഉള്ളതും. ആൻഡ് അങ്ങനെ നോക്കി ഇൻ്റർവ്യൂ വരെ കൊടുത്തതും ഫുൾ ലാവിഷായിട്ടായിരുന്നു. കാര്യം എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. അത്ര ഭയാനകമായിട്ടുള്ള മാരക പെർസെൻറ്റേജിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഫ്രീ മൈൻഡഡ് ആയിട്ടായിരുന്നു, കിട്ടിപ്പോയാൽ പോയി എന്നുള്ള രീതിയിലായിരുന്നു ഇൻ്റർവ്യൂ കൊടുത്തത്. ഞാൻ എൻ്റെ ഒരു എഫേർട്ട് ഇട്ട് മാക്സിമം പ്രിപ്പയർ ചെയ്താണ് പോയതെങ്കിലും. ആൻഡ് എന്തോ ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെയാണ് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നേരെ ബോധ്ഗയയിലേക്ക് വണ്ടി കയറിയത്. എനിക്ക് ബോധ്ഗയയും കിട്ടിയായിരുന്നു, ജമ്മുവും കിട്ടി. ആൻഡ്
ബോത്ത് ഗേ ആണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും കുറേ കൺസൾട്ടേഷൻ, കുറേ ആൾക്കാരോട് ചോദിച്ച് എനിക്ക് പബ്ലിക് ഹെൽത്തും ഒരു സൈഡ് ക്വസ്റ്റ് ഉണ്ടായിരുന്നു. അത് വേണോ ഇത് വേണോ എന്നെല്ലാം കരുതി കുറേ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം നോക്കിയിട്ടാണ് അറ്റ് ദി എൻഡ് ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതൊരു നല്ല ഡിസിഷൻ ആയിരുന്നോ, എനിക്ക് പറ്റാവുന്ന ഫീൽഡാണോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല. ഞാനിപ്പോഴും ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ കൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ലെറ്റ്സ് സീ, നോക്കാം, ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. ആൻഡ് എനിക്ക് ഇന്ന് വരെ എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ UG കാലഘട്ടത്തിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ ഡയറിയിൽ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇത്രയും നല്ലൊരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടിയതിലായിരുന്നു. യാ സോ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഫേസ് ഒക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇവിടെ എത്തി. സോ ഇനിയും എൻ്റെ ചാനലിൽ കാണാൻ പോകുന്നത് ഇവിടുത്തെ ലീലാവിലാസങ്ങളായിരിക്കാം, ഇവിടുത്തെ കാര്യങ്ങളായിരിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഒരു എപ്പിസോഡ് കണക്കിന് റിലീസ് ചെയ്താലോ എന്നാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? കമൻറ്റ് സെക്ഷനിൽ പറയുക. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.